ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സ്പോട്ട് നമ്മുടെ സ്വന്തം മിനി ഊട്ടിയാണ്. മിനി ഊട്ടി സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കൊണ്ടോട്ടി ടൗണിൽ നിന്ന് ഒരു ഹാർഡ്ലി ഒരു 40 മിനിറ്റ്സ് ഡ്രൈവിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് 6 ഡിഫറെന്റ് പാർക്സ് ഉണ്ട്. അങ്ങനെ ഓരോ പാർക്കിനും ഡിഫറെന്റ് ചാർജസ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും മുകളിലത്തെ പാർക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഒരു മസ്റ്റ് ഏറ്റവും ആണ്. ഇതിനേക്കാളും എമണ്ട സാധനം വേറെ ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഒരു ഭംഗിയാണ്. നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഐറ്റമാണ് ഇതൊക്കെ. എന്നെ പോലെ പേടിയുള്ളവർ ദയവ് ചെയ്ത് താഴോട്ട് മാത്രം നോക്കല്. അവിടം വരെ എത്തിപ്പാട് എനിക്ക് മാത്രം. ഇത് കൂടാണ്ട് അവിടെ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നമ്മുടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് നമ്മളുടെ ഈ സ്വിങ് ഞാൻ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എൻ്റെ അമ്മ ഞാനില്ല രാമൻകുട്ടി എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആയതുകൊണ്ട് എനിക്ക് അത് അവിടെ ട്രൈ ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ ട്രൈ ചെയ്യണമെന്ന് അതിയായ മോഹമുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെ യൂസ് ആക്കാൻ വേണ്ടി ഞങ്ങൾ 200 റുപ്പീസാണ് പേ ചെയ്ത്. അതേ എമൗണ്ട് വെച്ചിട്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള വാട്ടർ തീം പാർക്കിൽ നമുക്ക് ആക്സസ് കിട്ടും. വാട്ടർ തീം പാർക്കിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ അതിനുള്ള കുപ്പായും എടുത്തിട്ടില്ല. അഡീഷണൽ ഓപ്ഷൻസ് ആയിട്ടുള്ള ഈ മിറർമേസ്, അങ്ങനെ സ്വേളിങ്, അതൊക്കെ എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനത്തെ സംഭവത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരാൾക്ക് 50 രൂപ. നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഓരോ 3D ഷോ ഹൊററിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ രാമകുട്ടിക്ക് പേടിയുണ്ട്, രാമകുട്ടി സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് മിനി ഊട്ടി പെറ്റ്സ് പാർക്കിലോട്ടാണ്. അവിടെയും കയറാൻ നമുക്ക് അഡീഷണൽ ചാർജ് ആണ്. ഫുള്ള് ബേർഡ്സ്, ആനിമൽസ്, അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അതായത് മൃഗങ്ങളെ കാണാം, മൃഗങ്ങളെ ക്യൂട്ട്നെസ് കാണാം. അത്രയ്ക്ക് കിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ട് നോക്കാം. കിളികളുണ്ട്, കിളികളുടെ കളറാറാറ ഫലങ്ങളുണ്ട്. അതെന്ത് സാധനമുണ്ട് എനിക്ക് പേര് കിട്ടുന്നത്, എന്തോ ഒരു സാധനം. പിന്നെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ കിളികൾ. നമ്മൾ ജസ്റ്റ് ഒന്ന് തീറ്റയും വെച്ച് കൈ നിന്നാൽ ആ ഭയ്യ പറയും കൈമേ തീറ്റിടാലോ, കൈ നീട്ടി വയ്ക്കുമല്ലോ. അപ്പോൾ തീറ്റ വന്ന് തത്തകളും കിളികളൊക്കെ എടുക്കും. ആദ്യം കാണുമ്പോൾ ഒരു പേടി കാണും, നമ്മളുടെ കണ്ണ് ആ സാധനം കുത്തിപ്പറിച്ചെടുക്കുന്നു. പക്ഷെ പേടിക്കണ്ട, തീറ്റ മാത്രം അത് കഴിക്കും. നല്ല ക്യൂട്ട്നെസ് ആയിട്ട് കിളികൾ ഇരുന്ന് തീറ്റ കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. പക്ഷെ നമുക്ക് അങ്ങനെ നല്ല രസമാണ് സംഭവം കാണാൻ വേണ്ടിയിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ആ തുടക്കത്തിലൂടെ എൻട്രി ഫീസ് മാത്രമേ ആവുള്ളൂ കേട്ടോ. നമുക്ക് ഈ ബേർഡ്സിനെ ആയാലും നമുക്ക് ഇതേപോലെ തന്നെ ഫിഷിനും ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിനൊന്നും നമുക്ക് അഡീഷണൽ ചാർജ് ഇല്ല. പയ്യെ നമുക്ക് തീറ്റ തരും. തീറ്റ ഈ കൊടുക്കുക, അത്ര മാത്രം. പിന്നെ നമുക്ക് മീനുകളെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും. ഇതും എനിക്ക് ഫസ്റ്റ് ടൈം ആണ്. അതുകൊണ്ട് നല്ലൊരു അനുഭവമായിരുന്നു എനിക്കിത്. മിനി ഊട്ടി എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്ക് ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരേ സമയത്ത് ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. പെർട്ടിക്കുലർലി കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇന്ന സംഭവം കയ്യിൽ നിന്നൊക്കെ മീൻ തീറ്റ എടുക്കുന്നു, കിളികൾ വരുന്നു. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് പിന്നെ കൂട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റിയ ഐറ്റംസ് ഒക്കെയാണത്. എടാ എൻ്റെ കയ്യിൽ നിന്ന് തീറ്റ എടുത്തരാം മീൻ, ഞാൻ മറ്റേ കിളിക്ക് എൻ്റെ കയ്യിൽ നിന്ന് തീറ്റ എടുത്തു കൊടുത്തു എന്നൊക്കെ പിള്ളേർക്ക് സ്കൂളിൽ തള്ളാൻ പറ്റിയ ഐറ്റംസ് ഒക്കെയാണ് ഇതൊക്കെ. മിനി ഊട്ടി പെറ്റ്സ് പാർക്കിൽ ഞങ്ങൾക്ക് ഒരാൾക്കായത് ടിക്കറ്റ് റേറ്റ് 150 റുപ്പീസ് ആണ് കേട്ടോ. പിന്നെന്താ, കുറെ ക്യൂട്ടായിട്ടുള്ള ഗിന്നി പിക്കുകളുണ്ട്. പെറ്റ്സ് പാർക്കിന്റെ സ്വന്തം ശിവ ഭയ്യമാരത്ത് ചോദിച്ചപ്പോൾ അവർ പേരുകൾ ചടങ്ങ് നടത്തി കൊടുത്തു. നാമധേയം എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഇവനൊരു കൂട്ടുകാരനുണ്ട്. ഇവന് ഇതുവരെയായിട്ട് ഒരു പേരിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇടാത്ത ഭയങ്കര മോശമായിപ്പോയി എന്ന്. അവർ പേര് ഫ്യൂച്ചറിൽ സജസ്റ്റ് ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുങ്ങൾ രണ്ടും കറക്റ്റ് ചക്കേ പട്ടീസാ. പൂച്ചയും പട്ടി ഒരുമിച്ച് ചേരൂലെന്ന് പറഞ്ഞ ചുപ്പാതൊക്കെയാണ് കേട്ടാ. ഇവർ രണ്ടുപേരും ഒരുമയാണെന്നറിയാം. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പൊ പാട്ട് വരുന്ന ഉടനെ വരുന്നതാണ്. അപ്പൊ എല്ലാം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ബൈ ബൈ.